ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാര നേട്ടത്തിൽ നന്ദി പറഞ്ഞു മോഹൻലാൽ. മലയാള സിനിമയ്ക്ക് ലഭിച്ച അംഗീകാരമാണ് പുരസ്കാരം. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വെളിയെത്തിയപ്പോൾ വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെന്നും മോഹൻലാൽ പറഞ്ഞു. പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത്. ഞാൻ ഒരു ഷൂട്ടിൻ്റെ അകത്തായിരുന്നു. അപ്പോൾ അത് ആദ്യം നമുക്കത് നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്തൊരു കാര്യമാണല്ലോ. ഒരു വൈൽഡ് ഡ്രീമിൽ പോലും അല്ലേ, ഒരു ഇൻസെയിൻ ഡ്രീം, നമ്മൾ കാണുന്ന ഒരു സ്വപ്നത്തിൽ പോലും ഇല്ലാത്തൊരു കാര്യം സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു എന്താ ഒരു പറയുന്നത്, അതിനൊരു ആ ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് നമുക്ക് നിർവചിക്കാൻ പറ്റില്ല. എന്നാലും ഒരു സത്യമാണോ അല്ലയോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്ന ഒരു മൊമെൻ്റാണ്. പുരസ്കാര ലബ്ധി സ്വപ്നത്തിൽ പോലും നടക്കാത്ത കാര്യമെന്ന് മോഹൻലാൽ പറഞ്ഞു. ഇന്ത്യൻ സിനിമയ്ക്കുള്ള പുരസ്കാരമാണ് ഇത്. ജൂറിക്കും സർക്കാരിനും നന്ദി. പുരസ്കാര നേട്ടത്തിന്റെ സന്തോഷം അമ്മയുമായി പങ്കുവച്ചു. അത് കാണാൻ അമ്മയ്ക്ക് ഭാഗ്യമുണ്ടായി, അത് അമ്മയെ കാണാൻ എനിക്കും ഭാഗ്യമുണ്ടായി. എൻ്റെ അമ്മ സുഖമില്ലാതിരിക്കുന്ന അമ്മയാണ്. പക്ഷെ അമ്മ അത് മനസ്സിലാക്കി അമ്മ എന്നെ അനുഗ്രഹിച്ചു. കൊച്ചിയിലെ വാർത്താ സമ്മേളന വേദിയിൽ മോഹൻലാൽ കേക്ക് മുറിച്ച് സന്തോഷം പങ്കിട്ടു. എല്ലാ മീഡിയക്കാർക്കും വേണ്ടി മോഹൻലാലിന് ആശംസയുമായി രാഷ്ട്രീയ ഭരണരംഗത്തുള്ളവരും ചലച്ചിത്ര പ്രവർത്തകരും. അപ്പോൾ ലാലേട്ടന് ഈ അംഗീകാരം അർഹതപ്പെട്ടതാണ് എന്ന് ഞാനൊന്നും അത് പറയാനുള്ള ഒരു ഇതുപോലും എനിക്കില്ല. അത്രയും നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെയൊക്കെ സ്വന്തമാണ് ലാലേട്ടൻ. അപ്പോൾ ലാലേട്ടനെ തേടി ഇത്രയും വലിയ ഒരു അംഗീകാരം രാജ്യം സമ്മാനിച്ചതിൽ ഏതൊരു മലയാളിയെയും പോലെ, സിനിമയെ സ്നേഹിക്കുന്ന ഏതൊരു പ്രേക്ഷകനെയും പോലെ ഞാനും അങ്ങേയറ്റം ആത്മാർത്ഥമായി സന്തോഷിക്കുന്നു, അഭിമാനിക്കുന്നു. മോഹൻലാലിന്റെ വലിയ ആരാധകനാണ് താനെന്ന് ഫേസ്ബുക്കിൽ മലയാളത്തിലൂടെ അമിതാഭ് ബച്ചന്റെ അഭിനന്ദനം. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.